ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ച് ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി. കോതമംഗലത്ത് വെച്ച് അറസ്റ്റ് ചെയ്ത കേസ് പുനരന്വേഷിക്കാൻ ഉത്തരവിടാനാണ് അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി. താൻ നിരപരാധിയാണെങ്കിൽ കള്ളക്കേസെടുത്ത് അധികാര ദുർവിനിയോഗം നടത്തിയ കോതമംഗലം CI പ്രശാന്തിനെതിരെ നടപടിയെടുക്കണമെന്നും ആയങ്കി ഫേസ്ബുക്ക് കുറിപ്പിൽ ആവശ്യപ്പെട്ടു. വിരട്ടരുത്, വളർന്ന പാർട്ടി വേറെയാണെന്നും അർജുൻ ആയങ്കിയുടെ പോസ്റ്റിൽ പറയുന്നു. റാംഷാ CP വിശദാംശങ്ങൾ നൽകാൻ. റാംഷാ, ഇതിപ്പോൾ സ്ഥിരം പരിപാടിയാണല്ലോ ഈ വെല്ലുവിളി. നേരത്തെ പോലീസിനെയായിരുന്നു, ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്ന അർജുൻ ആയങ്കി. എന്താണ് പറയുന്നത്? അർജുൻ ആയങ്കി ഒളിവിലിരുന്നു കൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം കുറിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ ഹൈക്കോടതിയിൽ അർജുൻ ആയങ്കി ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ആ അപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് അർജുൻ ആയങ്കി ഒളിവിൽ പോയത്. പക്ഷേ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടും ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടുമുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് ഈ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് തന്നെയും സുഹൃത്തുക്കളെയും ഇത്തരത്തിൽ കള്ളക്കേസിൽ കുടുക്കിയതാണ്. ആ കേസ് പുനരന്വേഷിക്കാൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളിയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, അങ്ങനെ അന്വേഷിച്ച് താൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ഈ കോതമംഗലം CI പ്രശാന്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന ചോദ്യവും ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്തുണ്ട്. എന്ന് മാത്രമല്ല, തന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കരുത്, താൻ വളർന്ന പാർട്ടി വേറെയാണ് എന്നുകൂടി ഒരു മുന്നറിയിപ്പ് ആഭ്യന്തരമന്ത്രിക്ക് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നൽകുകയാണ് അർജുൻ ആയങ്കി. പക്ഷേ ഈ അർജുൻ ആയങ്കിയുമായി യാതൊരു ബന്ധവും തങ്ങൾക്കില്ല എന്ന് CPM നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഏതായാലും കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പോലീസിനെതിരെ മറ്റൊരു വെല്ലുവിളി പോസ്റ്റ് കൂടി ഇട്ട സാഹചര്യമുണ്ടായത്. ഈ സംഭവത്തിലും ഇപ്പോൾ അർജുൻ ആയങ്കിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒളിവിൽ കഴിയുന്നതിനിടയിൽ തന്നെ മറ്റൊരു വെല്ലുവിളി കേസ് കൂടി ഈ അർജുൻ ആയങ്കിക്കെതിരെ വരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഏതായാലും കോതമംഗലത്ത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതിനിടയിലാണ് അർജുൻ ആയങ്കിയെയും കൂട്ടാളികളെയും അവിടെ വെച്ച് കോതമംഗലം CI കഴിഞ്ഞ മെയ് മാസം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അന്ന് പറഞ്ഞത് ഇവർ സംഘം ചേരുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്നതാണ്. ഇതിനെ തുടർന്ന് ഈ കേസെടുക്കുകയും അർജുൻ ആയങ്കി ഉൾപ്പെടെ ജയിലിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അർജുൻ ആയങ്കി അന്ന് കടക്കുകയും ചെയ്തതാണ്. ഏതായാലും ആ കേസിൽ ജയിൽ മോചിതനായതിന് പിന്നാലെയാണ് കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. അതിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും അത് തള്ളുകയും ചെയ്തത്. ഇതിനിടയിൽ നിരന്തരം ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും ഉൾപ്പെടെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് അർജുൻ ആയങ്കി സ്വീകരിക്കുന്നത്. ഒളിവിലിരുന്നു കൊണ്ടാണ് ഈ വെല്ലുവിളിയെല്ലാം അർജുൻ ആയങ്കി നടത്തുന്നത്. റാംഷാ CP വിശദാംശങ്ങൾ നൽകിയത്.